പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറേ നാളായിട്ടില്ലായിരുന്നു, തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബീറ്റയുടെ മൈക്രോഫോണിൻ്റെ ഡയഫ്രം കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ട് ഇപ്പം നമ്മളിപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ ബീറ്റയുടെ മൈക്രോഫോൺ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനിടയിൽ വെച്ച് കട്ടായിപ്പോയി ഓഡിയോ. എന്നുവെച്ചാൽ നമ്മൾ മൈക്കിൻ്റെ ഡയഫ്രത്തിന് ഒച്ച തീരെ കുറവായിപ്പോയി, താഴെയും പോയായിരുന്നു. അപ്പോൾ ഒച്ച തീരെ കുറവായി പോയിട്ട് സൗണ്ട് അത്രയും പോരായിരുന്നു മൈക്കിന്. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഡയഫ്രം ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോകണം. അത് നമ്മുടെ ആ ഡയഫ്രം പുതിയത് അഹൂജയുടെ ഒരു മൈക്കിൻ്റെ ഡയഫ്രമാണ്. നമ്മൾ വാങ്ങിച്ചതാണ് 200 രൂപയുടെ ഡയഫ്രമാണ്, ക്വാളിറ്റിയുള്ള ഡയഫ്രമാണ്. നമ്മുടെ പഴയ ബീറ്റയുടെ മൈക്രോഫോണിൻ്റെ ഡയഫ്രം ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. പഴയ ബീറ്റയുടെ മൈക്രോഫോണിൻ്റെ ഡയഫ്രം ഇതാണ്. പക്ഷേ കാരണം വെയിറ്റ് കുറവാണ്, കനക്കുറവുണ്ട്. പക്ഷെ അഹൂജയുടെ ഇത് വരുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ഡയഫ്രത്തിന് സൈസിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ? എന്നാണ് അഹൂജയുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ അഹൂജയുടെ ഡയഫ്രം നമുക്ക് ഈ മൈക്കിനകത്തോട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് അതിൻ്റെ കണക്ഷൻ വയർ, പോസിറ്റീവ് നെഗറ്റീവ്. ഈ ടെർമിനലിലോട്ട് കണക്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഗ്രില്ല് വെക്കുന്നു. ഗ്രില്ലും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം ഒരു പഴയ JTSൻ്റെ മൈക്കിൻ്റെ ഗ്രില്ലെടുത്താണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഗ്രില്ല് പോയായിരുന്നു. അപ്പം പിന്നെ നമുക്ക് JTSൻ്റെ ഒരു പഴയ മൈക്കിൻ്റെ ഗ്രില്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കണക്ഷൻ ഒന്ന് കൊടുത്ത് നമുക്കൊന്ന് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. മൈക്രോഫോണിൻ്റെ നമുക്ക് ഈ വയർ നമുക്ക് അവിടെ ഫ്ലക്സുമായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് ലെഡുമായിട്ട് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് സോൾഡർ ചെയ്ത് നമുക്കൊന്ന് പിടിച്ച് വെക്കണം. അപ്പം നമ്മുടെ ഡയഫ്രം നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ഡയഫ്രം നമുക്ക് മൈക്കിൻ്റെ അകത്തോട്ട് മൈക്കിൻ്റെ ബോഡിയായിട്ട് നമുക്കൊന്ന് കയറ്റി വെക്കണം. ഡയഫ്രം ചേരുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ മൈക്കിൻ്റെ ബോഡിയായിട്ട്. കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാൽ മാത്രം മതി നമ്മുടെ മൈക്കുമായിട്ട്. എന്നുവെച്ചാൽ ഗ്രൗണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ മൈക്കുമായിട്ട് കോണ്ടാക്റ്റ് ആവരുന്നു. അപ്പോൾ നമുക്കൊന്ന് ടേപ്പിങ്ങും കൂടെ ഒന്ന് അടിക്കണം. ടേപ്പ് അടിച്ചാലേ ഉള്ളൂ നമുക്ക് കോണ്ടാക്റ്റ് ഒന്ന് വരാതിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ടേപ്പിങ്ങും കൂടി അടിക്കാം. അപ്പം ചേരുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം, നമുക്ക് ടേപ്പിംഗ് അടിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മൈക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടേപ്പിംഗ് അടിച്ചു, നമ്മൾ ഗ്രില്ലിട്ടു. ഇനി നമുക്ക് അഹൂജ ആംപ്ലിഫയർ ഇട്ട് നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം മൈക്ക് വർക്കിംഗ് ആണോ എന്ന്. നമുക്ക് അസൽ JTS മൈക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ലോ കോസ്റ്റ് JTS മൈക്കാണ്. JTS മൈക്കിനൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ്. 1500 രൂപ 2000 രൂപയ്ക്കാണ് JTS മൈക്കിൻ്റെ വില. ബീറ്റയുടെ മൈക്രോഫോണാണ് 100-600 രൂപയുടെ വിലയെ വരത്തുള്ളൂ, ഡിഫറൻസ് ഉണ്ട്. അഹൂജയുടെ മൈക്കുണ്ട്. അഹൂജയുടെ മൈക്ക് എന്നൊക്കെ പറയുമ്പോൾ 1800-1500 രൂപയൊക്കെ കിട്ടും. AUD 98 XLR ഒക്കെ നല്ല മൈക്കാണ് അഹൂജയുടെ മൈക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ അഹൂജയുടെ ഡയഫ്രം നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചതാണ്. അടിപൊളിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഹൂജയുടെ ആകുമ്പോയിട്ട്. ഹലോ ഹലോ ജി ഹലോ 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 ജി ഹലോ ഹലോ ജി ഹലോ 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 ജി